ചോറ്റാനിക്കരമ്മേ, ഗുരുവായൂരപ്പ കൃഷ്ണ. കൊടുംചൂടാ, പുറത്തും മനുഷ്യന്റെ അകത്തും. എന്തുവാ കുടിക്കുന്നേ? മോരും വെള്ളാണോ? അതെ. നല്ല ദാഹിച്ചാ വന്നത്. ഇതും കൂടി കണ്ടപ്പോ ദാഹം ഇരട്ടിയായി. ഒരു ഗ്ലാസ് മോര് എനിക്കും കൂടി കിട്ടുമോ? അതിനെ ഇത് മോര് വിൽക്കുന്ന കടയല്ല. അമ്മ ഇരിക്കെ, ഒരു ഗ്ലാസ് മോരിന്റെ കാര്യല്ലേ, ഞാൻ കൊണ്ടുതരാം. നീ നന്നായി വരും മോളെ, നിനക്ക് സ്വർഗം കിട്ടും. ഓ, ബാക്കി എല്ലാരും നരകത്തിൽ പോവോ? ആ, പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നു. പറയാനുള്ളതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വള്ളി പുള്ളി തെറ്റാതെ മനസ്സിനകത്ത് വെച്ചുകൊണ്ടാ വന്നിരിക്കുന്നേ. അവള് മോരുമായിട്ട് വരുമ്പോ പറഞ്ഞു തുടങ്ങിയാ മതി. എന്നാ പിന്നെ ഒന്ന് മുറുക്കിക്കളയാം. ഓ, മുറുക്കിയിട്ടാണോ മോര് കുടിക്കുന്നേ? ഇവിടെയെങ്കിലും തുപ്പി വൃത്തികേടാക്കരുത്. ഓ ഇല്ലല്ലേ, എന്നാ പിന്നെ മോര് വരട്ടെ. അപ്പോ ഒരു ഉണ്ണിയെ വയറ്റിലിട്ട് നടക്കുന്ന കൊച്ചുമോളുടെ കാര്യമാ പറയേണ്ടത് അല്ലേ? ആദ്യം ഈ മോരൊന്ന് കുടിക്കട്ടെ. മനസ്സൊന്ന് തണുത്താലേ പറയാനുള്ളത് വൃത്തിയോടും വെടുപ്പോടും പറയാൻ പറ്റൂ. ഇങ്ങതാ മോളെ. ഭഗവാനേ കൃഷ്ണ മഹായേ, എനിക്കൊന്ന് അകത്ത് കയറിയിരിക്കാൻ പറ്റുമോ? അമ്മ വരൂ. ഓ എന്നാ ഈ വീട്ടിലെ ഒരു മോള് മാത്രമല്ലല്ലോ, ദേവിയെ പോലെ മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ. അതെ, എനിക്ക് 2 മക്കളാ. ഓ, മൂത്തവളെ എന്റെ സ്വന്തം കൊച്ചുമോളൊന്നുമല്ല, ഇവളുടെ ആദ്യത്തെ കെട്ടിലുള്ള ആദ്യത്തെ കൊച്ച. ആദ്യ കെട്ടിലായാലും 2ാം കെട്ടിലായാലും ഈ കൊച്ചു പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ ഈ വീട്ടിലുണ്ടല്ലോ. ഇപ്പൊ 2 ആളും ഇവിടെ ഇല്ല, 2ന്റെയും കല്യാണം കഴിഞ്ഞു പോയി. ആയിക്കോട്ടെ, എന്നാലും അവർ ഈ തറവാട്ടിലെ സന്തതികളല്ലേ. ഞാനത് പറയാൻ മറ്റൊരു കാരണമുണ്ട്. ഇളയ കൊച്ചിന് സുഖപ്രസവം നടക്കണമെങ്കിൽ മൂത്തവള് കനിയണം. അതെന്തിനാ അവളിപ്പൊ കനിയുന്ന്? അതായത് ലക്ഷണം വെച്ചിട്ട് മൂത്തവളോട് ഇളയവൾക്ക് വെറുപ്പ. അത് ദൈവങ്ങളെ വെറുക്കുന്ന പോലെയാ. അങ്ങനെ വന്നാ ചിലപ്പോ കുഞ്ഞിന്റെ ജനനത്തെ പോലും അത് ബാധിച്ചെന്ന് വരും. എന്ന് വെച്ചാ കുഞ്ഞ് ജനിക്കാൻ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവുമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് പറയാനാണോ വെയിലത്തൊന്ന് ഓടിക്കേറി ഇങ്ങോട്ട് വന്ന്? നാളെ നടക്കുന്ന കാര്യങ്ങളാ ഞാനിപ്പ പറയുന്നത്. മഹാലക്ഷ്മിയെ പോലൊരു പെൺകുട്ടിയാ ഈ വീട്ടിലെ മൂത്ത മകള്. അയ്യോ, മകളുടെ പേരും മഹാലക്ഷ്മി. കേട്ടല്ലോ, പേരിൽ മാത്രമല്ല മഹാലക്ഷ്മിയുടെ ചൈതന്യം നിലനിൽക്കുന്ന മനസ്സും ശരീരവുമാണ് ആ കുട്ടിയുടേത്. അതുകൊണ്ട് അനിയത്തി ചേച്ചിക്ക് പാദസേവ ചെയ്താലും കുഴപ്പമില്ല. പാദസേവയോ? അതെ, പാദസേവ തന്നെ. ഇനി
കാല് കഴുകി വെള്ളം കുടിച്ചാലും തെറ്റില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇല്ലില്ലില്ല, എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. പറഞ്ഞിടത്തോളം മതി.